ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കഠിനമായ ചൂടിലും വറ്റാത്തൊരു വെള്ളച്ചാട്ടം. അത് നമ്മുടെ കണ്ണൂരിൽ ഒരു അടിപൊളി വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഒരു ട്രാവൽ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായി കാണണം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് അടുക്കാം. ഒരു ഹിഡൻ പ്ലേസ് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. അത് നമ്മുടെ കണ്ണൂരിലാണ്. നമ്മൾ ഇന്ന് ഒരു ട്രാവൽ ചെയ്യാമെന്ന് തോന്നിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ വേനലിൻ്റെ പറ്റിയൊരു നല്ലൊരു സ്ഥലത്ത് തന്നെ എത്തിച്ചേരണം എന്നായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ടെത്തിയ ഒരു അടിപൊളി പ്ലേസാണ് നമ്മുടെ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം. നല്ല സൂപ്പറാണ് കേട്ടോ. ഈ വേനൽക്കാലത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലേസാണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായി വീഡിയോ കാണും കേട്ടോ. നമ്മൾ സൺഡേ ആയിരുന്നു കേട്ടോ ഇത് പോയത്. അപ്പോൾ തന്നെ എല്ലാ ഹോട്ടലും ക്ലോസ് ആയിരുന്നു. ക്ലോസ് എന്ന് പറഞ്ഞാൽ അധിക ഹോട്ടലും ഫുഡ് എന്ന് പറഞ്ഞാൽ ബിരിയാണി, നെയ്ച്ചോറ് അതായിരുന്നു. നമുക്ക് വേണ്ടത് ഊണായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ ഹോട്ടലിൽ കയറി ഇറങ്ങി. അങ്ങനെ അവസാനം നമ്മൾ പ്രതീക്ഷിച്ച പോലെ നല്ലൊരു ഹോട്ടലിലാണ് എത്തിപ്പെട്ടത്. അതെന്ന് പറയുന്നത് പൈതൽ പാരഡൈസ് ആയിരുന്നു. നല്ല സൂപ്പർ ഹോട്ടലായിരുന്നു. അവിടുത്തെ ഫുഡ് എടുത്ത് പറയേണ്ട ഒരു ഫുഡായിരുന്നു കേട്ടോ. പിന്നെ കേസ് എനിക്ക് ഫ്ലോപ്പായിപ്പോയി. ഞാൻ എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് വിട്ടുപോയി. നല്ല തിരക്ക് കാരണം ഫുഡ് കഴിച്ച ശേഷമാണ് ഓർമ്മ വന്നത്. മസ്റ്റ് ട്രൈ ഫുഡാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇവിടെ വന്നാൽ. അങ്ങനെ നമ്മൾ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തി. വൺ സൈഡ് 1400 മീറ്റർ നടന്ന് കാണുന്ന വാട്ടർഫോളാണ്. നമ്മളിപ്പോൾ എടുത്ത ടിക്കറ്റിനകത്ത് ഇതിനുള്ളിലുള്ള കാര്യങ്ങൾക്ക് ഇൻക്ലൂഡ് ആണ്. ഒരു അയമ്പറിച്ച്, ഹാങ്ങിങ് ബ്രിഡ്ജ്, വുഡ് ബ്രിഡ്ജ്, സ്വിമ്മിങ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കും. പിന്നെ നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് നമുക്ക് ജീപ്പ് സർവീസ് ഉണ്ട്. ഒരു ജീപ്പിന് 300 രൂപയാണ്. ഒരാൾക്കല്ല 300, ഒരു ജീപ്പിനാണ് 300. ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും കരുതിയിട്ടില്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫാമിലി ലേഡീസ് കൂടുതലുള്ളതുകൊണ്ട് എവിടെയാണോ ലേഡീസ് സ്റ്റാഫ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയായിരിക്കും നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങേണ്ടത്. മുകളിൽ തന്നെ ചേഞ്ച് റൂമും ടോയ്ലറ്റ് സൗകര്യം മുകളിലുണ്ട്. ഓക്കെ, സംശയങ്ങളൊന്നും ചോദിച്ചു. ഇത് കുറേ കാരണമായിരുന്നു. 1400 മീറ്റർ 400 സ്റ്റെപ്പ്. അങ്ങനെ നല്ല വ്യക്തമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ചേട്ടൻ നല്ല നമുക്ക് വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. നല്ല സൂപ്പർ സർവീസാണ് കേട്ടോ ഇവിടുത്തെ. അങ്ങനെ നമ്മൾ ജീപ്പിൽ തന്നെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങളെല്ലാം ആയതുകൊണ്ട് നമ്മൾ ജീപ്പിൽ കയറിയതാണ്. തിരിച്ചു വരുമ്പോൾ നമ്മൾ നടന്നു വന്നതാണ്. ആ കാഴ്ചയെല്ലാം ഭയങ്കര രസമാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണണം. അത്ര അടിപൊളിയുണ്ട് കാണാൻ.
അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇത് കുറേ ഉണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, കാണാൻ കുറേ അടിപൊളി കാഴ്ചകളുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലിട്ടാൽ ഇത് കുറേ ലോങ് ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ എന്ന് പറഞ്ഞാൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.